ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ SSLC കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആ ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കാണ് തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് തെർമൽ ക്രാക്കിംഗ്? തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താപീയ വിഘടനം അല്ലേ? താപീയ വിഘടനമാണ് നമ്മൾ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? താപീയ വിഘടനം. ഓക്കെ, അപ്പൊ എന്താണ് താപീയ വിഘടനം? വിഘടനം എന്നാൽ എന്താണ്? വിഘടനം അല്ലെങ്കിൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുക. ഇപ്പോൾ ഒരു സാധനത്തിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കളയുക അല്ലേ, അതിനെ രണ്ടാക്കി മാറ്റുക എന്ന് പറയുന്നതാണ് എന്താ ക്രാക്കിംഗ് അല്ലെ വിഘടനം എന്ന് പറഞ്ഞാൽ അല്ലേ. സോ അപ്പോൾ ഈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പൊട്ടിക്കുന്നതിനെയാണ് നമ്മൾ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു വസ്തുവിനെ ചൂട് കൊടുത്തുകൊണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പൊട്ടിക്കുക. മനസ്സിലായോ? അതായത് ഒരു വലിയ മോളിക്കുലാർ വെയിറ്റ് ഉള്ള വസ്തുക്കളെ മുറിച്ച് രണ്ട് പീസസ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഒരു വലിയ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഒരു വസ്തുവിനെ നമ്മൾ മുറിച്ച് എന്താക്കി മാറ്റുന്നു? രണ്ട് പീസുള്ള വസ്തുവാക്കി മാറ്റുന്നു. ഓക്കെ, സോ അതിനെയാണ് എന്ത് പറയുന്നത്? തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം നടക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, അതായത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, when heated in the absence of air, some hydrocarbons with high molecular weight decompose into hydrocarbons with lower molecular weight. This process is called thermal cracking. എന്താണ്? തന്മാത്രാഭാരം, അതായത് തന്മാത്രാഭാരം ഹൈ മോളിക്കുലാർ വെയിറ്റ്, തന്മാത്രാഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോകാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉണ്ടോ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു? ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രാഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? തെർമൽ ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് തന്മാത്രാഭാരം കൂടുതലുള്ള, മോളിക്കുലാർ വെയിറ്റ് കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രാഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നതിനെയാണ് നമ്മൾ തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് പ്രൊപ്പെയിൻ്റെ ആണ് കേട്ടോ. ഇവിടെ നോക്കിയേ, ദ കെമിക്കൽ ഇക്വേഷൻ ഇൻവോൾവ്ഡ് ഇൻ ദ ഹീറ്റിംഗ് ഓഫ് പ്രൊപ്പെയിൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഈസ് ഗിവൺ അല്ലേ. അപ്പം നോക്കിയേ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. പ്രൊപ്പെയിൻ്റെ ആണ്. പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 കാർബൺ ആറ്റംസ് ആണ് അല്ലേ. അപ്പം CH3, CH2, CH3 ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ് അല്ലേ. ഹീറ്റിനെ അതായത് ചൂടാക്കുമ്പോൾ, ഈ പ്രൊപ്പെയിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് വിഘടിച്ച് എന്തായി മാറുന്നു? 2 പ്രൊഡക്റ്റുകളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ട ഇത് പ്രൊപ്പെയിൻ ആണ് അല്ലേ. ഇതിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് 2 പ്രോഡക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. സോ തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചൂടാക്കുമ്പോൾ ഒരു വസ്തു സ്പ്ലിറ്റ് ചെയ്ത് 2 വസ്തുക്കളായിട്ട് മാറുന്നു അല്ലേ. സോ ഇവിടെ കിട്ടുന്ന ഈ 2 പ്രോഡക്റ്റും ഇവിടെ കിട്ടുന്ന ഈ 2 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് സിംഗിൾ ബോണ്ടിലുള്ളതായിരിക്കും, മറ്റേത് ഡബിൾ ബോണ്ടിലുള്ളതായിരിക്കും. ഓക്കെ, ഒരെണ്ണം സിംഗിൾ ബോണ്ടിലുള്ളതായിരിക്കും, മറ്റേത് ഡബിൾ ബോണ്ടിലുള്ള പ്രൊഡക്റ്റും ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പം ഫസ്റ്റ് നമുക്ക് CH3, അതായത് CH3, CH2, CH3 ഹീറ്റിൻ്റെ സിമ്പിളാണേ, ഹീറ്റിൻ്റെ സിമ്പിളാണ് ഡെൽറ്റ. അപ്പം ഫസ്റ്റ് നമുക്ക് സിംഗിൾ ബോണ്ട് ആയിരിക്കും, ഫസ്റ്റ് സിംഗിൾ ബോണ്ട്. സെക്കൻഡ് കിട്ടുന്ന ഏതായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും സെക്കൻഡ് പ്രോഡക്റ്റ് കിട്ടുന്നത്.
ഓക്കെ, ഇതെപ്പോഴും ഓർത്തോണം. അപ്പം ചോദ്യത്തിൽ, അതായത് ഈ ക്വസ്റ്റ്യനിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ നമ്മുടെ പ്രൊഡക്റ്റിലും വരണം. അതേപോലെ പ്രോഡക്റ്റിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ നമ്മുടെ ആൻസറിലും വരണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം നമുക്ക് നോക്കാം. CH3, CH2, CH3 gives. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 അല്ലേ, 3 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ 3 2 5 3 8 അല്ലേ, 8 ഹൈഡ്രജനും ഉണ്ട്. അപ്പം ഫസ്റ്റ് നമുക്കിവിടെ സിംഗിൾ ബോണ്ടിലുള്ള ഒരു പ്രോഡക്റ്റ് വരണം അല്ലേ. അപ്പോൾ സിംഗിൾ ബോണ്ടിലുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ എന്താ CH4 എന്ന് പറയുന്നത് അല്ലേ. CH4 അപ്പം ഞാനിവിടെ എഴുതി. ഓക്കെ, CH4 എഴുതി. പ്ലസ് ഇനി നമുക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടത്? ഡബിൾ ബോണ്ടിലുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കാർബൺ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ ബാക്കി എത്ര കാർബൺ ഉണ്ട്? 2 കാർബണേ ഉള്ളൂ ബാക്കി. അപ്പം 2 കാർബൺ വെച്ചിട്ട് നമ്മൾ എന്താക്കണം? അത് ഡബിൾ ബോണ്ട് ആക്കണം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? CH2 ഡബിൾ ബോണ്ട് CH2. പരിപാടി കഴിഞ്ഞു കണ്ടോ, ആൻസർ നമുക്ക് കിട്ടി. അതായത് ഒരു സിംഗിൾ ബോണ്ടിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടി, ഒരു ഡബിൾ ബോണ്ടിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ 3 കാർബണും ഹൈഡ്രജൻ 8 ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 1 2 3 3 കാർബണും ഉണ്ട്, 4 2 6 2 8 8 ഹൈഡ്രജനും ഉണ്ട്. സോ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയോ? അപ്പം ഇതാണ് പ്രൊപ്പൈൻ്റേത് വരുന്നത്. അപ്പം പ്രൊപ്പൈൻ നമ്മൾ ചൂടാക്കുമ്പോൾ അത് എന്തൊക്കെയായിട്ട് മാറുന്നു? ഒന്ന് മീഥെയിനായിട്ടും മാറുന്നു, ഒന്ന് ഈഥീനായിട്ടും മാറുന്നു അല്ലേ. ഈഥീനായിട്ടും ഒന്ന് മാറുന്നു, മറ്റേ എന്തായിട്ട് മാറുന്നു? മീഥെയിനായിട്ടും മാറുന്നു. അങ്ങനെ തന്മാത്രാഭാരം കുറഞ്ഞ 2 ഹൈഡ്രോ കാർബണുകളായിട്ട് എന്ത് സ്പ്ലിറ്റ് ആയിപ്പോയി? പ്രൊപ്പൈന് സ്പ്ലിറ്റ് ആയിപ്പോയി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തത് നമുക്ക് ബ്യൂട്ടൈൻ്റെ നോക്കാം. ഓക്കെ, ബ്യൂട്ടൈൻ വരുമ്പം 4 കാർബൺ വരണം അല്ലേ. അപ്പം CH3, CH2, CH2, CH3 അല്ലേ, ബ്യൂട്ട്. ഓക്കെ, ഗീവ്സ് എങ്ങനെയാണ്? ഇവിടെ ഞാനിപ്പം ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതായത് CH3 ക്വസ്റ്റ്യനിൽ തന്നെ തരികയാണ്. CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഡാഷ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഞാൻ ഡബിൾ ബോണ്ടിലുള്ള ഒരു പ്രോഡക്റ്റ് ഓൾറെഡി തന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഏതിലാണ് വരേണ്ടത്? അടുത്തത് നമുക്ക് സിംഗിൾ ബോണ്ടിലുള്ള പ്രോഡക്റ്റ് ആണ് വരേണ്ടത് അല്ലേ. അപ്പം സിംഗിൾ ബോണ്ടിലുള്ള പ്രോഡക്റ്റ് വരണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 4 കാർബൺ ഉണ്ട് അല്ലേ, ഇവിടെ 4 കാർബൺ ഉണ്ട്. ഓക്കെ, 4 കാർബൺ ഉണ്ട്. ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഡബിൾ ബോണ്ടിലുള്ള പ്രോഡക്റ്റ് ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞു. സോ ഇതിൽ 3 കാർബൺ ഉണ്ട് അല്ലേ, 1 2 3. ഡബിൾ ബോണ്ടിൽ നോക്കിയേ 1 2 3 3 കാർബൺ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിട്ടേണ്ടത് സിംഗിൾ ബോണ്ടിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ബാക്കി എത്ര കാർബൺ ഇവിടെ മിച്ചമുണ്ട്? അതിൽ ഒരു കാർബണും കൂടെ ഉള്ളു നമുക്കിനി മിച്ചമുള്ളത് അല്ലേ. 3 കാർബണിന്റെ പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ബാക്കി ഒരു കാർബണിന്റെ പ്രോഡക്റ്റും കൂടാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ആ ഒരു കാർബൺ വെച്ചിട്ട് ബാക്കി 4 ഹൈഡ്രജൻ ആക്കി നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ ഇതൊന്നുകൂടെ ഞാൻ എഴുതാം. CH3, CH2, CH2, CH3 gives CH3, CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് CH4 അല്ലേ. കറക്റ്റ് ആയില്ലേ? അപ്പോൾ ഇവിടെ എത്രയുണ്ട്? ഇവിടെ 4 കാർബൺ ഉണ്ട് അല്ലേ. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3 2 5 5 2 7 7 3 10. കണ്ടോ, ഇവിടെ എത്ര നോക്കിയേ? 1 2 3 4 4 കാർബൺ ആയി. 3 4 5 6 6 4 10. കണ്ടോ, C4H10. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഏതിൻ്റെയാണ്? ഇതാണ് ബ്യൂട്ടൈൻ്റെ അല്ലേ, ബ്യൂട്ടൈൻ്റെ. മനസ്സിലായോ? അപ്പം ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റായി എന്തൊക്കെയായിട്ട് മാറുന്നു? പ്രൊപ്പീനും മീഥെയിനുമായിട്ട് മാറുന്നു അല്ലേ. പ്രൊപ്പീനും മീഥെയിനുമായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് മാറുന്നു അല്ലേ. ക്ലിയർ ആയോ? ഇനി അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം ഒരെണ്ണത്തിൻ്റെയും കൂടെ, പെൻറ്റെയിൻ്റെ നമുക്ക് നോക്കാം. പെൻറ്റെയിൻ കണ്ടോ, പെൻറ്റെയിൻ. അപ്പോൾ പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ എത്ര കാർബണാ? 5 കാർബൺ അല്ലേ. മെത്ത് എത്ത് പ്രൊപ്പ്
ബ്യൂട്ട് പെൻറ്റ് അല്ലേ? ഓക്കെ. ഗീവ്സ് ഗീവ്സ് ഞാനിവിടെ ആദ്യത്തെ പ്രോഡക്റ്റ് ഞാൻ തന്നിട്ടില്ല, രണ്ടാമത്തെ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് ഡബിൾ ബോണ്ടിലുള്ള പ്രോഡക്റ്റ്, അതായത് ഇപ്പം ഇവിടെ ഇപ്പോൾ ഡബിൾ ബോണ്ട് വന്നാൽ ഇവിടെ സിംഗിൾ ബോണ്ട് ആയിരിക്കണം, അല്ലെ ഇവിടെ സിംഗിൾ ബോണ്ട് വന്നാൽ ഇവിടെ ഡബിൾ ബോണ്ട് ആയിരിക്കണം, തിരിച്ചു മറിച്ചു ആയാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ സിംഗിൾ ബോണ്ട് അല്ലെ ഡബിൾ ബോണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇവിടെ അപ്പോൾ എന്തായിരിക്കണം, ഇവിടെ അപ്പോൾ നമുക്ക് സിംഗിൾ ബോണ്ടിൽ വേണം ആൻസർ വരാൻ അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 അല്ലെ, 5 കാർബൺ ഉണ്ട്. സോ ഇവിടെ ഇപ്പോൾ എത്ര കാർബൺ ഓൾറെഡി ആയിക്കഴിഞ്ഞു? 2 കാർബൺ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എത്ര കാർബണും കൂടെ വേണം? ഇവിടെ 3 കാർബണും കൂടെ നമുക്ക് വേണം അല്ലേ? സോ ഇവിടെ ഡബിൾ ബോണ്ടിൻ്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ 5 കാർബണിൽ 2 കാർബൺ നമുക്കിവിടെ ഡബിൾ ബോണ്ടായിട്ട് പോയി, ബാക്കി 3 കാർബൺ ഉണ്ട്. അത് നമ്മൾ എന്താക്കി കൊടുക്കണം? സിംഗിൾ ബോണ്ടാക്കി കൊടുക്കണം. അതെങ്ങനെയാണ് നമ്മൾ സിംഗിൾ ബോണ്ടാക്കി കൊടുക്കേണ്ടത്? അത് സിംഗിൾ ബോണ്ടാക്കി കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ്? CH3 CH2 CH3 അല്ലേ? മനസ്സിലായോ? CH3 CH2 CH3. അപ്പോൾ സിംഗിൾ ബോണ്ടിലുള്ള കാർബണുമായി. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയായി കാർബണായി? 5 കാർബണായി. അപ്പം ഇത് പെൻറ്റെയിൻ ആയിരുന്നു. പെൻറ്റെയിനെ നമ്മൾ സ്പ്ലിറ്റ് ആക്കിയപ്പോൾ എന്തായി മാറി? പ്രൊപ്പെയിനും ഇത് ഈഥീനുമായിട്ട് മാറി അല്ലേ? പ്രൊപ്പെയിനും ഈഥീനുമായിട്ട് മാറി, 2 പ്രോഡക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആയി പോയി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം തെർമൽ ക്രാക്കിംഗ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? തെർമൽ ക്രാക്കിങ്. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ താങ്ക് യു.